കുഞ്ഞുമൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാട്ടിലെ തച്ചോക്കോട്ട് സുഷിരായിരിക്കുന്നു. പ്രതിദാസനാണ്. അനുഗ്രഹിക്കപ്പെട്ട സുഷ നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥന പ്രാരംഭ സമയത്ത് സുദാസന്മാരുടെ സുഷാസമയങ്ങളിൽ സമയം ബന്ധിരിക്കുന്നതിന് ശേഷം കടന്നു പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിന്റെ തോമസ് മാത്യുവിനെ ഓർമ്മ സ്തോത്രം ചെയ്തു. അദ്ദേഹം ദീർഘവർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ സുഷയിലായിരുന്നു. ഇപ്പോൾ നാട്ടിലെ പുതു സുഷമത്തിലായിരിക്കുന്നു. ഇന്ത്യാത്തിന്റെ ദിവസങ്ങളുടെ മുന്നിലുമായിരിക്കുന്നു. നമ്മുടെ വാത്സല്യ സുബിന്റെ പിതാവ് കൂടെയാണ്. സുഷാനുഗ്രഹമാകുവാൻ നമുക്ക് പ്രാർത്ഥന അതോടൊപ്പം സുഷയിലായിരിക്കും കർത്താവ് കുടുംബവും നിങ്ങൾ എല്ലാവർക്കുമായിട്ട് സ്നേഹമാണ് നാം പ്രാർത്ഥിക്കുന്നു. കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ കർത്താവിദാസൻ ജോസഫ് കുടുംബമായിട്ട് ഇപ്പോൾ അവര് കാനഡയിലായിരിക്കുന്നു. 28 മടങ്ങി വരുന്നുണ്ട്. നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. യാത്രയിലേക്ക് അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. അവിടെ സുഷകളുണ്ട്. അനുഗ്രഹമാകുവാൻ നമുക്ക് തോന്നും പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ സഹായത്തെ അനുഗ്രഹിക്കുന്നത് എല്ലാവർക്കും സ്തോത്രം ചെയ്തു. സംഭവബഹുലമായ ഒരാഴ്ചയാണ് നമ്മെ വേണ്ടി കാണുന്നത്. വിവിധങ്ങളായ അനുഭവങ്ങൾ നമുക്കൊക്കെ ഷെയർ ചെയ്യുവാൻ പല അനുഭവങ്ങളും കടന്നുപോയുണ്ട്. പല രീതിയിൽ ദൈവം നടത്തിയതിനെ കുറിച്ച് വർണ്ണിപ്പാനുള്ള അനേക കാര്യങ്ങൾ അറിയിട്ടുണ്ട്. എല്ലാറ്റുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കഥയിലേക്ക് കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. സാക്ഷ്യത്തിന് സമയം വേണ്ടിയിരിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കൈപ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിനെ മാറാൻ പ്രേരിച്ചു. നമ്മൾ പാട്ടിൽ കൂടെ പാടി ദൈവത്തെ മോശപ്പെടുത്തി ആരാധിക്കുന്നു. തന്റെ ജനത്തെ വീണ്ടെടുക്കാൻ സ്ത്രീകൾ മക്കളെ വീണ്ടെടുക്കാൻ വലിയ ഉത്തരവാദിത്തം മോശയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചെങ്കടലിലെ അടുത്ത് വന്നപ്പോൾ അവർ എങ്ങനെ മുമ്പോട്ട് നടക്കുന്നറിയാതെ അവർ നിർവഹിക്കാൻ അവരുടെ നിലവിളി കേട്ട് അവരുടെ കണ്ണി നിരക്കെ കണ്ട് അവിടുന്ന് വിടുവിച്ച് ചെങ്കടലിൽ കര വരെ എത്തിയപ്പോൾ മുമ്പിൽ ആ ചെങ്കടലും കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ വിട്ട് പോന്ന ഫറവോനെയും സൈന്യത്തെയും കണ്ടപ്പോൾ അവരെ വീണ്ടും നിർവഹിക്കാൻ മോശ അവരെ ധൈര്യപ്പെടുത്തുന്നത് നമുക്കറിയാവുന്ന വിഷയം തന്നെയാണ്. മോശ അവരെ ധൈര്യപ്പെടുത്തുന്നത്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തൊക്കെ പറഞ്ഞവരെ ബലപ്പെടുത്തേണ്ട ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ അതിന്റെ 14-ന്റെ യഹോവ മോശയുടെ കാര്യം പറയുന്നു. 14 മോശയോട് കർത്താവ് പറയുന്നു, ഇവരുടെ ഈ പെറുപെറുപ്പും പരാതിയും കേട്ടുകൊണ്ട് മോശ തന്നെ ഉള്ളിൽ നിലവിളിക്കാൻ തുടങ്ങായി. കാരണം മോശയ്ക്ക് തന്നെ ഒരു വലിയ ഉത്തരവാദിത്തം വെച്ച് ഇവിടെ വന്നപ്പോൾ മോശയ്ക്ക് തന്നെ ഒരു സംശയം ഇരിക്കുക, ഇനി മുമ്പോട്ട് എങ്ങനെയാ പോകുന്നില്ല. അപ്പോഴാ കർത്താവ് യഹോവയുടെ അരുളപ്പാടാ മോശ അറിയിച്ചത്, നീ എന്നോട് നിലവിളിക്കുന്നതുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിലവിളിക്കുള്ള ദൈവത്തിന്റെ മറുപടി പലപ്പോഴുണ്ട്. പല സന്ദർഭങ്ങളിലും നാം നിലവിളിക്കുമ്പോൾ നിലവിളിയേക്കാൾ ഉപരിയായിട്ട് അടുത്ത ചുവടുകൾ വെക്കുവാൻ സ്തോത്രം. മോശ അവരുടെ ഏൽപ്പിച്ചിരിക്കുന്ന ലീഡറാണല്ലോ. ഇസ്രായേൽ മക്കളെ എത്തിക്കുവാനൊക്കെ ദൈവം നിയോഗം നൽകി അവൻ ഏൽപ്പിച്ച് അയച്ച യഹോവയുടെ അരുളപ്പാട്, നീ എന്നോട് നിലവിളിക്കുന്നുണ്ട്, അവരോട് മുന്നോട്ട് പോകുവാൻ പറയുക. വഴിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി നീ ഉദ്ധാരിക്കുക. ദൈവത്തിന്റെ ശക്തമായ നിർദ്ദേശം മോശയ്ക്ക് കൊടുക്കുകയും നിലവിളി നിർത്തിയിട്ട് മുമ്പോട്ട് പോകുവാനല്ല
അടുത്ത സ്റ്റെപ്പിലേക്ക് നീക്കുവാൻ്റെ കൂടെ ഭാര്യയില്ല. അവരോട് പറയുവാനുള്ള വലിയൊരു ദൗത്യം ദൈവത്തിന്റെ ആത്മാവ് മോശയെ ഏൽപ്പിച്ചു. അപ്പോൾ അവിടുത്തെ കുറുകുറുപ്പ് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി അവര് ചെങ്കടൽ കടന്നു. ചരിത്രം നിങ്ങൾക്കറിയാം. അവിടുത്തെ ആ ഘട്ടം, ആദ്യഘട്ടം കടന്നു. വളരെ സന്തോഷമായി. കാരണം വലിയ വിടുതൽ ദൈവത്തിൽ പ്രാപിക്കുമ്പോൾ, നിലവിളിയുടെ മറുപടിയൊക്കെ ലഭിക്കുമ്പോൾ വളരെ സന്തോഷം പ്രയത്നമാണ്. മിരിയാം തപ്പെടുത്തവരെല്ലാം കൂടെ വളരെ ദൈവത്തെ പാടി സന്തോഷിച്ച് ദൈവത്തെ മഹത്വത്തെ പാടി പോകാൻ പ്രയത്നമാണ്. നമുക്ക് വളരെ സന്തോഷമായി. ഫറവോനിയൻ സൈന്യത്തെയൊക്കെ അവൻ അതേ വെള്ളത്തില് നശിപ്പിച്ചപ്പോൾ ആ വെള്ളത്തെ നല്ല കരഭൂമിയാക്കി അതിൽ കൂടി തന്റെ ജനത്തെ വിധങ്ങളൊക്കെ ഓർത്തപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുന്നു. പലർക്കും അവൻ ശത്രു അവിടെ ഇല്ലാതെ ആയപ്പോൾ തന്റെ ജനങ്ങൾക്കുള്ള രക്ഷയൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം ദൈവത്തെ മഹത്വപ്പെട്ടു, ദൈവത്തെ ആരാധിച്ചു. എന്നാൽ വീണ്ടും മരുഭൂമി യാത്ര തുടർന്നു. നാം വായിച്ച വേദഭാഗത്തിൽ 3 ദിനങ്ങളിലൂടെ അവര് യാത്ര ചെയ്തു. അവര് ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. എന്നിട്ട് അവർ മാറി. ഒരു വലിയ ദൈവിക വിടുതൽ കണ്ട് ചില ദിവസങ്ങൾ മുൻപോട്ട് പ്രയാണം ചെയ്തപ്പോൾ വെള്ളം കിട്ടാതെ അവര് 3 ദിവസമായിരുന്ന സന്ദർഭങ്ങളിൽ അവരൊരു സ്ഥലത്തെത്തി, മാറയിലെത്തിയപ്പോൾ അവിടെ വീണ്ടും അവർക്ക് വെള്ളം കുടിപ്പാൻ വെള്ളം കണ്ടു. വെള്ളമുണ്ട്, എന്നാൽ കുടിപ്പാൻ കഴിഞ്ഞില്ല. അവിടെയും അത് കൈപ്പുള്ളതായിട്ട് കണ്ടു. ദൈവിക വിടുതൽ പ്രാപിച്ച് മുമ്പോട്ടുള്ള യാത്രയിൽ കടന്നു വന്നപ്പോൾ ചില ദിവസങ്ങൾ ചിലത് ലഭിക്കേണ്ടത് ലഭിക്കാതെ മുമ്പോട്ട് നീങ്ങി. അവർ ലഭിച്ചു എന്നും പറഞ്ഞ് എത്തിക്കൊടുത്തു. പിന്നെ അവിടെ ടെക്നിക്കൽ ലഭിക്കില്ല. കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞത് വെള്ളം കണ്ടു, വെള്ളമുണ്ട് എത്തോ, പക്ഷെ കുടിപ്പാൻ കഴിഞ്ഞില്ല. വളരെ ആ വെള്ളത്തിൽ വളരെ കയ്പുള്ളതായി എന്നാണ്. അതുകൊണ്ട് അവര് മാറാതെ പേരിട്ടു. അപ്പോൾ വീണ്ടും പിറകോട്ട് പോയി. 3 ദിവസത്തെ വളരെ ഷോർട്ടിലേക്ക് 72 അവേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് പോയി. 72 മണിക്കൂറിനുള്ളിൽ ദൈവത്തിന്റെ വലിയ വിടുതൽ റെക്കോർഡ്. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു അത്ഭുത വിടുതൽ കണ്ട് 72 മണിക്കൂർ മുമ്പോട്ട് നീങ്ങിയപ്പോൾ വീണ്ടും അവർ പിറകോട്ട്. അവർ വീണ്ടും പിറുപിറുത്തു, ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയോട് നേരെ അടുത്ത സെക്കൻഡ് സ്റ്റേജ് ഓഫ് പിറുപിറിലേക്കാണ്. യഹോവ അവന് വൃക്ഷം കാണിച്ചു കൊടുത്തു. വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. പ്രൈസ് ഗോഡ്. അവർക്ക് വലിയ സന്തോഷമായി. വീണ്ടും പ്രൈസ് വളരെ അനുഗ്രഹമായി, വളരെ മാധുര്യമായ അവൻ വെള്ളം മധുരമായി തീർന്ന വെള്ളം ഒഴിപ്പാണ്ടൊക്കെ ദൈവം അവർക്ക് വേണ്ടിയുള്ള വഴികളെ തുറന്നപ്പോൾ കൂട്ടത്തിൽ അവരെ അത് ഒരു പരീക്ഷയാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. സ്തോത്രം. കൂട്ടത്തിൽ അവരൊരു പ്രമാണം കൂടെ കൊടുത്തതിന് നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്ത ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള കൽപ്പാട് കൊടുത്തു. പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കുന്ന വിഷയം നമ്മളൊക്കെ ഇവിടുത്തെ ഈ യാത്രയിലെ വിവിധ വിഷയങ്ങളിലൂടെ നാം അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകുന്നത്. നാം ഇതിൽ നിന്നും വ്യത്യസ്തരായി. മരുഭൂമിയുടെ അനുഭവം, കയ്പിന്റെ അനുഭവത്തിൽ നിന്നും നാം വ്യത്യസ്തരായി. നിലവിൽ നമ്മുടെ മനസ്സിന്റെ ധൈര്യം ചോർന്നു പോകരുത്. കാരണം തിരിഞ്ഞു നോക്കും. ഒരു 72 മണിക്കൂർ പുറകോട്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ പുറകോട്ട് നോക്കിയാൽ മതി. ഈ കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. അധികം നാൾ പുറകോട്ട് പോകണം. ഈ ലാസ്റ്റ് വീക്ക് ഒരൊറ്റ ആഴ്ച സമയങ്ങൾ നോക്കിയാൽ മതി. ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ, നമ്മെ സഹായിച്ച ദൈവം നമ്മെ സൂക്ഷിച്ച വിധങ്ങൾ നോക്കിയപ്പോൾ ഹാലേലൂയ. അമ്മേ, നമുക്കിത് വളരെ കയ്പുള്ള അനുഭവം എന്ന് തോന്നി. അമ്മ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവൻ ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ പിറുപിറുത്തപ്പോഴും അവൻ ആ കയ്പ് നമുക്ക് മധുരമാക്കുവാൻ നമുക്ക് പ്രവർത്തിച്ച വിധങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ അത് ഓർക്കുമ്പോൾ നമുക്ക് മാത്രം ദൈവത്തിന്റെ കടപ്പാടോടെ ആ മാറയുടെ അനുഭവം, കയ്പിന്റെ അനുഭവങ്ങൾ മാറിയപ്പോൾ ഹല്ലേലൂയ അവൻ നമുക്കും അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദം ഉള്ളത് ചെയ്ത് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിപ്പാൻ
ഒരു സമർപ്പണത്തോടെ പ്രതീക്ഷയോടെയായിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അനുഭവങ്ങൾ ഏറെ നമുക്കുണ്ട്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവന്, ദൈവം നമ്മെ നടത്തിയ കർത്താവിനോട് സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. നമ്മളതുകൊണ്ട് മനസ്സ് ക്ഷീണിച്ചിരിപ്പാനില്ല. അതിനെ ജയിച്ച, ലോകത്തെ ജയിച്ച ജയാളിയായ കർത്താവ് യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉള്ളപ്പോൾ, നമ്മെ ഒരു നാളും കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. മോശയോട് പറഞ്ഞതുപോലെ നീ നിലവിളിക്കുന്നത് നിർത്ത, നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നീട്ട അധികാരത്തോടുകൂടി അവൻ അതിനെ കൽപ്പിച്ച് മുമ്പോട്ട് പോകാൻ പറയുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. ചിലത് നമ്മുടെ ഉള്ളിൽ കർത്താവ് നൽകിയിട്ടുണ്ട്, ചില വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്, ചില കൽപ്പനകൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്, ചില പ്രമാണങ്ങൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അത് സ്ഥാപിപ്പാൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ സ്ഥാപിപ്പാൻ നമ്മൾ വിശ്വാസത്തോടെ ആയിരിക്കുമെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് മുമ്പോട്ട് പോകുവാൻ, ചുവടുകൾ വെക്കുവാൻ ദൈവം നമ്മെ സഹായിപ്പാൻ ശക്തനാണ്. പ്രവൃത്തിന്റെ അനുഭവങ്ങൾ കൈപ്പുണ്ട്, ദൈവങ്ങളെ കൈപ്പുണ്ട്. എന്നാല് അത് മാറ്റുവാനും ശക്തൻ നമ്മുടെ കർത്താവ്. അവന്റെ സാന്നിധ്യമാണ് നമ്മുടെ മധ്യമുള്ളത്. പ്രൈസ് ഗോഡ്. നമുക്ക് ദൈവത്തോട് വിളിച്ചപേക്ഷിപ്പാൻ, ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. സ്തോത്രം. അവൻ ഈ കൈപ്പൊന്ന് മാറ്റുവാൻ, നമ്മെ സഹായിപ്പാൻ, ഹല്ലേലൂയ, കർത്താവ് നദിയോട് സ്തോത്രം ചെയ്യാം. അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു, അത് വെട്ടി, പ്രൈസ് ഗോഡ്, അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ അത് കാണിച്ചു തരുവാൻ ദൈവശക്തനായ നമ്മുടെ ദൈവവചനത്തിലൂടെ, ദൈവാത്മാവിലൂടെ നാം എന്ത് ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തരുവാൻ ദൈവം നമ്മുടെ മധ്യയുടെ നമുക്ക് ചെയ്യുവാൻ തയ്യാറായ, നമ്മുടെ മാറയെ മധുരമാക്കുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഒരിക്കൽ കൂടി നമുക്ക് ആ സ്ഥാനത്ത് എടുത്ത് പാടുവാനോ. മാറായെ മധുരമാക്കി തീർക്കുവാൻ